നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഞാനൊരു കൊച്ചു കഥയോട് കൂടിയാണ് തുടങ്ങാൻ പോകുന്നത്. 1996 മധുരയ്ക്കടുത്തൊരു ഒരു മനുഷ്യൻ, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, സ്കൂളിലൊന്നും അധികമൊന്നും പോയിട്ടുള്ള ഒരാളല്ല. പക്ഷേ അദ്ദേഹം ഒരു പുതിയൊരു സംഗതി കണ്ടുപിടിച്ചു. അതായത് പച്ചിലയിൽ നിന്നും പെട്രോൾ ഉണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ചു. തമിഴ്നാട്ടിൽ വലിയ വാർത്തയായി. ചീഫ് മിനിസ്റ്ററൊക്കെ ഇടപെട്ടു. ഭയങ്കര പ്രചരണമൊക്കെ ഉണ്ടായി. ഇൻ്റർനാഷണൽ ന്യൂസ് പേപ്പറിൽ വരെ വാർത്ത അച്ചടിച്ചു വന്നു. ഒടുവിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ ഡൽഹിയിലേക്ക് വിട്ടു. ഡൽഹിയിൽ IITയിലുള്ള കെമിസ്ട്സും ഫിസിക്സിൻ്റെ പ്രൊഫസേഴ്സ് എല്ലാവരും അവരുടെ മുമ്പിൽ വെച്ച് ഇയാൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ആ ഡെമോൺസ്ട്രേറ്റിൽ തെളിഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പച്ചിലയിൽ നിന്നും പെട്രോള് നിർമ്മിക്കുന്നത് അദ്ദേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പുള്ളി നാട്ടിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നാട്ടിൽ തിരിച്ചു വന്നു. ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിന്, അന്ന് കരുണാനിധിയാണെന്ന് തോന്നുന്നു, പുള്ളി ഇദ്ദേഹത്തിന് 20 ഏക്കർ സ്ഥലമൊക്കെ പതിച്ചു കൊടുത്ത് പരിപാടി അങ്ങോട്ട് തുടങ്ങാൻ ഉത്തരവിട്ടു. അപ്പോൾ അന്നും ചില അല്പം തലയിൽ താമസമുള്ള ആൾക്കാരൊക്കെ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അത് ഉടനെ തന്നെ പെട്ടെന്ന് കൈയോട് പിടിച്ചു. പുള്ളി മണ്ണെണ്ണ ബ്ലാക്കിൽ പുള്ളി സംഘടിപ്പിച്ചിട്ട് ഒഴിച്ച് പരിപാടി നടത്തുകയാണെന്ന് തെളിഞ്ഞു. ഉടനെ തന്നെ പുള്ളിയെ തട്ടി അകത്തിട്ടു. 3 കൊല്ലം കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ഞാൻ ഈ പറഞ്ഞത് രാമർ പിള്ള എന്ന് പറഞ്ഞ പ്രശസ്തനായ തട്ടിപ്പുകാരൻ്റെ കഥയാണ്. ഇപ്പോൾ രാമർ പിള്ളയെ പോലുള്ള ഒരാൾ തട്ടിപ്പ് കാണിച്ചാലോ ചില ചെപ്പടി വിദ്യകൾ കാണിച്ചാലോ ഒന്നും തിരിച്ചറിയാനൊന്നും എളുപ്പം പറ്റില്ല. അതെന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. IITയിലുണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാരും ഫിസിസിസ്റ്റും അതുപോലുള്ള ഗവേഷകരും വളരെയധികം ഉന്നത പഠനം നേടിയിട്ടുള്ള ആൾക്കാരും ബിരുദം കിട്ടിയവർക്കൊന്നും വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ പഠന വിഷയം ഫിസിക്സും കെമിസ്ട്രിയൊക്കെയാണ്. അവർക്ക് ഈ തട്ടിപ്പുകാരെ ഒന്നും പെട്ടെന്ന് തിരിച്ചറിയാനൊന്നും അവരെ കൊണ്ട് പറ്റില്ല. അതെന്തുകൊണ്ടാണ് പറ്റാത്തതെന്ന് വെച്ചാൽ അവരുടെ ഫോക്കസ് അതല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇനി ഇതിനോട് അനുബന്ധിച്ച് തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ മുമ്പിൽ ഒരു രോഗലക്ഷണം അഭിനയിച്ച് കാണിച്ചാൽ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പെട്ടെന്നൊന്നും പറ്റില്ല. വളരെ വിദഗ്ധന്മാരായിട്ടുള്ള ചിലപ്പം ഡോക്ടേഴ്സിന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാൽ പറ്റി. ഇപ്പോൾ നമ്മൾ ചില സിനിമകളിലൊക്കെ മമ്മൂട്ടി, മോഹൻലാലൊക്കെ മാനസിക രോഗം അഭിനയിക്കുന്നു. അതുപോലെ എപ്പിലെപ്സി അഭിനയിക്കുന്ന നടന്മാരുണ്ട് നല്ലപോലെ. ഇപ്പം കലാഭവൻ മണി ഒരു സിനിമയിൽ അഭിനയിക്കുന്ന കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് ഡോക്ടേഴ്സ് വരെ അന്തം വിട്ട് പോയിട്ടുണ്ട്. ഇത്ര എക്സ്പെർട്ടീസോടുകൂടി, അതായത് പേഷ്യൻസിനെ കണ്ടാൽ മാത്രമേ, അതുകൊണ്ടാണ് അവർ പേഷ്യൻസിനെ പോയി കാണുന്നത്, ഹോസ്പിറ്റലുകളിൽ പോയി അവർ പഠിക്കുന്നത്. നല്ല നടന്മാരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ആ അഭിനയം യഥാർത്ഥത്തിൽ ഒരു ഡോക്ടറിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചാൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയെന്നിരിക്കില്ല. എന്തിനാണ് ഈ ഉദാഹരണം പറഞ്ഞത്? ഈ അടുത്ത കാലത്ത് തന്നെ മൈത്രേയൻ്റെ ഒരു പുസ്തകത്തിൽ, ഒരു 6 കൊല്ലം മുമ്പ് പബ്ലിഷ് ചെയ്ത പുസ്തകത്തിൽ, അതിന് ജോസ്റ്റിൻ എന്ന് പറയുന്ന ഒരു സൈക്യാട്രിസ്റ്റ് ഒരു ചാപ്റ്റർ എടുത്ത് വെച്ചിട്ട് പുള്ളി പറയുന്നുണ്ട്. ഇങ്ങനെ പണ്ട് നടന്നൊരു പഠനത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. അതിലും ഇതാണ് നടന്നിരിക്കുന്നത്. എങ്ങനെയാണ് സൈക്യാട്രി എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ഒരു ശാസ്ത്രത്തെ എങ്ങനെയാണ് നമുക്ക് കംപ്ലീറ്റ്ലി തള്ളിക്കളയാൻ പറ്റുന്നത്? ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ കൊണ്ടല്ല അതിനെ തള്ളിക്കളയുന്നത്. നിരന്തരമായ കുറേ പീരീഡ്, ഫോർ എ ലോങ് പീരീഡ് നടത്തുന്ന പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങൾ, ഒരു രോഗം ഇന്ന രോഗമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ. എപ്പോഴും അഭിനയിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഈ 6 മാസം അല്ലെങ്കിൽ ഒരു 3 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ 70 നടന്ന ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ അവർ പേഷ്യൻസിനെ എല്ലാം പറഞ്ഞു വിട്ടു. രോഗമില്ല, രോഗം റെമിഷനിലാണെന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിട്ടു. അപ്പം എൻ്റെ പോയിൻ്റ് അതല്ല. നമ്മുടെ വിഷയമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരു ഡോക്ടറിൻ്റെ മുമ്പിലോ ഒരു ടെക്നോളജിസ്റ്റിൻ്റെ മുമ്പിലോ രോഗലക്ഷണം അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാജിക് കാണിച്ചാൽ, ഒരു ട്രിക്ക് കാണിച്ചാൽ അവരെ പറ്റിക്കാൻ എളുപ്പം പറ്റും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് അവരുടെ പഠന വിഷയമല്ല. എങ്ങനെയാണ് തട്ടിപ്പ് തിരിച്ചറിയേണ്ടതെന്ന് അവർക്കറിയില്ല. അത് അവരുടെ കാര്യമല്ല. പക്ഷേ ഒരു മജീഷ്യൻ്റെ മുമ്പിൽ തട്ടിപ്പ് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഗോപിനാഥ് മുതുകാട് പോലുള്ള മജീഷ്യൻസിന് മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. വളരെ ഐ തിങ്ക് 2 കൊല്ലം മുമ്പെങ്ങാണ്ടാണ് ഈ മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ ഭയങ്കര പ്രാബല്യത്തിൽ വന്ന് ഒരുപാട് പേര് അതിനെപ്പറ്റി യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ടിരുന്നു. പക്ഷേ
അദ്ദേഹത്തിന് അത് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനാണ്, അദ്ദേഹം അതിൽ ട്രെയിൻഡാണ്. നമുക്കും ഇതുപോലുള്ള ട്രെയിനിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ക്രിട്ടിക്കലി ചിന്തിച്ചാൽ മതി. ഇതുപോലുള്ള തട്ടിപ്പുകളെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് തെളിവുകൾ ചോദിക്കുക. എക്സ്ട്രോഡിനറി ക്ലെയിംസ് റിക്വയർ എക്സ്ട്രോഡിനറി പ്രൂഫ്സ്. അതിന് സാധാരണ പ്രൂഫുകൾ പോരാ, എക്സ്ട്രോഡിനറി പ്രൂഫ് തന്നെ വേണം. സാധാരണ ടെസ്റ്റിംഗ് മെത്തേഡിൽ കൂടി ഇതുപോലുള്ള അബ്നോർമലായിട്ടുള്ള അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള ചില പ്രകടനങ്ങൾ കാണിച്ചാൽ നമ്മൾ അസാധാരണമായ തെളിവുകൾ തന്നെയാണ് ചോദിക്കേണ്ടത്. അതിന് നോർമൽ തെളിവുകൾ ചോദിച്ചിട്ട് കാര്യമില്ല. ഈ തെളിവ് ചോദിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പറ്റിപ്പുകളിലും തട്ടിപ്പുകളിലും പെട്ടുപോകുന്നത്. ഇപ്പോൾ ഫോൺ സ്കാമുകളിൽ ആൾക്കാർ എന്താണ് വീണ് പോകുന്നത്? അതിന് വേറെയും പല കാരണങ്ങളുണ്ട്. ഒന്ന് ഗ്രീഡ്, ഇത് സത്യമാവണമേ എന്നുള്ളൊരാഗ്രഹം. ഈ പെട്രോൾ ആവണമേ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പല കാര്യങ്ങളിലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്. എങ്ങനെയെങ്കിലും പെട്രോളിൻ്റെ വില കുറഞ്ഞ് കിട്ടിയാൽ മതി. അത് ഇങ്ങനെ ആണെങ്കിൽ കൂടി വിശ്വസിക്കാൻ ഇത്തിരി സുഖമുണ്ട്. ഈ വിശ്വസിക്കാൻ സുഖമുള്ള കാര്യങ്ങളും ആൾക്കാർ എളുപ്പം വിശ്വസിച്ച് പോകും. അപ്പോൾ അതൊക്കെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. എന്ത് കണ്ടാലും നമ്മൾ തെളിവ് ചോദിക്കണം. അസാധാരണമായ എന്ത് കണ്ടാലും നമ്മൾ തെളിവ് ചോദിക്കണം. തെളിവ് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, എല്ലാത്തിനും നമുക്ക് തെളിവ് ചോദിക്കാം. ഇനി വരുന്ന എപ്പിസോഡുകളെല്ലാം ഈ കോഗ്നിറ്റീവ് ബയാസുകൾ, ഇതുപോലുള്ള തട്ടിപ്പുകളെ എത്ര പെട്ടെന്ന് ചില തട്ടിപ്പുകളെ തിരിച്ചറിയാനും എന്തുകൊണ്ടാണ് നമ്മളെ തലച്ചോറ് ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്നും നമ്മൾ എക്സാമിൻ ചെയ്യുന്നതായിരിക്കും. ഇത്രയും കേട്ട് നിന്ന് എല്ലാവർക്കും നന്ദി. ഇതിന് മെയിൻ ഒരു co-host ഉണ്ടായിരുന്നു, ഓറിയോ. സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ. നന്ദി, നമസ്കാരം.